വചനം 55 വാക്കർത്ഥം. വലാ യസാലു ആയിക്കൊണ്ടിരിക്കും അല്ലദീന കഫറു അവിശ്വസിച്ചവർ ഫീ മിര്യത്തിൻ സംശയത്തിൽ മിൻഹു അതിനെക്കുറിച്ച് ഹത്താ തഅതിയഹും അവർക്ക് വന്നെത്തുവോളം അസ്സാഅതു അന്ത്യസമയം ബഗ്തതൻ പെട്ടെന്ന് യാദൃശ്ചികമായി ഔ യഅതിയഹും അല്ലെങ്കിൽ അവർക്ക് വന്നെത്തുവോളം അദാബു യൗമിൻ ഒരു ദിവസത്തെ ശിക്ഷ അഖീം ഗുണംകെട്ട നന്മയില്ലാത്ത. ولا يزال الذين كفروا في مرية منه حتى تأتيهم الساعة بغتة أو يأتيهم عذاب يوم عقيم. പെട്ടെന്നൊരിക്കൽ അന്ത്യസമയം അഥവാ ലോകാവസാന സമയം തങ്ങൾക്ക് വന്നെത്തുന്നതുവരെ അവിശ്വസിച്ചവർ അതിനെക്കുറിച്ച് സംശയത്തിലായിക്കൊണ്ടേയിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഗുണംകെട്ട ഒരു ദിവസത്തിലെ ശിക്ഷ അവർക്ക് വന്നെത്തുവോളം അവരങ്ങനെയിരിക്കും. വചനം 56 വാക്കർത്ഥം. അൽ മുൽക്കു ആധിപത്യം രാജത്വം യൗമ ഇദിൻ അന്നത്തെ ദിവസം ലില്ലാഹി അള്ളാഹുവിനാണ് യഹ്കുമു അവൻ വിധി നടത്തും ബൈനഹും അവർക്കിടയിൽ ഫല്ലദീന അപ്പോൾ യാതൊരു കൂട്ടർ ആമനു അവർ വിശ്വസിച്ചു വ അമിലു അവർ പ്രവർത്തിക്കുകയും ചെയ്തു അസ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ ഫീ ജന്നാത്തി സ്വർഗങ്ങളിലായിരിക്കും അന്നഈം സുഖജീവിതത്തിൻ്റെ സുഖാനുഗ്രഹത്തിൻ്റെ. അൽ മുൽക്കു യൗമഇദിൻ ലില്ലാഹി യഹ്കുമു ബൈനഹും فالذين آمنوا وعملوا الصالحات في جنات النعيم. അന്നത്തെ ദിവസം ആധിപത്യം മുഴുവനും അള്ളാഹുവിനാകുന്നു. അവർക്കിടയിൽ അവൻ വിധി കൽപ്പിക്കും. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർ സൗഖ്യജീവിതത്തിൻ്റെ സ്വർഗങ്ങളിലായിരിക്കും. വചനം 57 വാക്കർത്ഥം. വല്ലദീന യാതൊരു കൂട്ടരാകട്ടെ കഫറു അവർ അവിശ്വസിച്ചു കെദ്ദബു കളവാക്കുകയും ചെയ്തു ബി ആയാത്തിന നമ്മുടെ ലക്ഷ്യങ്ങളെ ഫ ഉലായിക്ക എന്നാൽ അക്കൂട്ടർ ലഹും അവർക്കാണ് അദാബുൻ ശിക്ഷ മുഹീൻ നിന്ദ്യമാക്കുന്ന അപമാനകരമായ. والذين كفروا وكذبوا بآياتنا فأولئك لهم عذاب مهين. അവിശ്വസിക്കുകയും നമ്മുടെ ലക്ഷ്യങ്ങളെ കളവാക്കുകയും ചെയ്തവരാകട്ടെ അക്കൂട്ടർക്ക് തന്നെയാണ് നിന്ദ്യമായ ശിക്ഷ. 55 മുതൽ 57 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. എല്ലാ കാലത്തുമുള്ള സർവാധിപത്യം അള്ളാഹുവിനെ തന്നെയാണെങ്കിലും ഇന്ന് ബാഹ്യമായ ചില അധികാര ശക്തികൾ നിലവിലുണ്ടല്ലോ. മാത്രമല്ല മനുഷ്യന് അവന്റെ ഐഹിക ജീവിതം അവസാനിക്കുന്നതുവരേക്കും പരിമിതമായ ചില സ്വാതന്ത്ര്യങ്ങൾ നൽകപ്പെട്ടിട്ടുമുണ്ട്. ഖിയാമത്തു നാളിൽ അങ്ങനെയുള്ള യാതൊരു അധികാരത്തിൻ്റെയോ സ്വാതന്ത്ര്യത്തിൻ്റെയോ ശകലം പോലും ഉണ്ടായിരിക്കുകയില്ല. അന്ന് സർവ്വ അധികാരങ്ങളും ഏക ഇലാഹായ സർവാധികാരിയായ അള്ളാഹുവിന് മാത്രം. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. സത്യവിശ്വാസികളെപ്പറ്റി പൊതുവിൽ പറഞ്ഞ ശേഷം അവിശ്വാസികളുടെ മർദ്ദനങ്ങൾ നിമിത്തം നാട് വിടേണ്ടി വന്നവരെപ്പറ്റി പ്രത്യേകം എടുത്തു പറയുന്നു.